എടാ എണീരടാ അങ്ങോട്ട്. നേരെ ഉച്ചയാവാറായി, ഇതുവരെ പള്ളി ഉണരാ സമയമായില്ല. എടീന്നാ? ഓ, പെണ്ടാട്ടിയ സ്വപ്നം കണ്ടുകൊണ്ട് കടന്ന് ഉറങ്ങിയിരിക്കും. നിങ്ങളായിരുന്ന അതുകൊണ്ട് എങ്ങനെ രണ്ടിന്റെ തമതാര ഒഴിയണക്കല്ലേ, തിരിച്ചറിയാൻ പറ്റല്ലേ? അത് മാത്രം എങ്ങനെ ഒത്താണല്ലോ. അത് എന്നടാ, എനക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ പെറ്റ തള്ളേര തമതാരം തിരിച്ചറിഞ്ഞൂടാതായി. നിങ്ങൾ കാലത്തെ വഴക്കുറാനായിട്ട് തട്ടുകൊടുത്തേക്കന്നെ, കഷ്ടം തന്നെ. ഇന്ന് കാലത്ത് എന്തൊരു തിന്നായി കൊഴുക്കട്ട ഉണ്ടാക്കി തേയിലോട്ട് വെച്ചേക്കണം. അതിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്നും ഇത് രണ്ടും പറഞ്ഞല്ലേ. നീ നിന്റെ പെണ്ടാട്ടിയെ പോയി വിളിച്ചോണ്ട് വാടാ. അവളാകുമ്പോ പുട്ടും അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കി തരും. കൊള്ളാം, വിളിച്ചോണ്ട് വന്നാ പിന്നെ നന്നായി. അവള് 3 ദിവസം കൂടെ നിൽക്കും. 4 ദിവസം നിങ്ങൾ എന്തെങ്കിലും കൃത്യം ഉണ്ടാക്കും, അവളുടെ വഴക്ക് കൂടും, അവൾ ഇറങ്ങിപ്പോകും. പിന്നീട് എനിക്ക് ഈ കൊഴുക്കട്ടയും പഴിഞ്ഞു തന്നെ തരണം. അതിന് എനിക്ക് എന്നാ കുറ്റം? രാവിലെ പിള്ളേര് കോവിലിന്റെ ഉത്സവത്തിന്റെ നോട്ടീസ് കൊണ്ടുവന്നേക്കണം. നിന്നെ തിരക്കി ഞാൻ പറഞ്ഞ് നീ ഉറക്കം എണീച്ചില്ലെന്ന്. എന്തൊരാ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിന്നെ ഏൽപ്പിക്കാനാണെന്ന്. പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞേ. ഉത്തരവാദിത്തപ്പെട്ട ജോലിയാ? അതെന്തോ എന്തരായാലും കായ് ചെലവാക്കണ കാര്യത്തിനായിരിക്കൂല. നിന്റെ ഒരു കീര വിത്തും ഇല്ലെന്ന് അവന്മാരൊക്കെ അറിയാം. ഇപ്പോഴല്ലേ എന്റെ പൈസ ഇല്ലാത്തത്. ഞാൻ പോയ കൊല്ലം തൊട്ട് വരണ കൊല്ലം വരെ ഇഷ്ടം പോലെ ചെലവാക്കിയിട്ടുണ്ട്. ഒക്കണതും ഒക്കാത്തത്. നാടകം, അന്നദാനം, ബാല്, ഗാനമേള, പിന്നെ 10-12 കൊല്ലം ആനയുടെ ചെലവ്, ഇതെല്ലാം നോക്കി. അതെനിക്കറിയാം. ആദ്യത്തെ തവണ നീ 25,000 രൂപ അന്നാനത്തിന് കൊടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് അവന്മാര് പതുവാക്കുന്നു. എന്റെ പേർക്ക് അയച്ചിട്ട് അമ്മേനെ വാങ്ങിച്ചോളാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല 101-201 കൊടുത്തേനായിരുന്നു. അതെങ്ങനെയമ്മ? ഞാൻ കളിച്ചോളുന്ന അമ്പലമല്ലേ. സുമാരമാവനും തങ്കപ്പേണ്ണൊക്കെ വിളിച്ചിട്ട്, ഡേയ് നീ ഒരു നാടകം വെക്കണം, നീ ഒരു ബാലെ വെക്കണം, ഒരു ഗാനമേള വെക്കണം, ഒരു ആനയുടെ ചെലവ് വഹിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഒക്കൂലെന്ന് പറയും? ഒന്നും പറയാൻ പറ്റൂല. 24 വർഷം കൊണ്ട് നീ കോവിലോട്ട് കുറേ ലക്ഷം രൂപ ചെലവാക്കി. പിന്നെ 2 വർഷം കൂടുമ്പോ ഉത്സവം കണക്കാക്കി ലീവിനും വരും. അപ്പം പിന്നെ കുറെ അണ്ണാ അളിയാന്ന് പറഞ്ഞിട്ട് കുറെ പിള്ളേരും പിറകെ കാണുമായിരുന്നു. ഇപ്പൊ ആരുണ്ട്? ഒരു ഭൂതരവും ഇല്ല. മതിയാക്കി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഉള്ളതാണ്. പണ്ടൊക്കെ പേഷന് ലീവിന് വരുമ്പോ കോവിലോട്ട് ചെന്ന കമ്മിറ്റിക്കാരൊക്കെ കൂടെ ഓടി വന്ന് കമ്മിറ്റി ഓഫീസ് പിടിച്ചോണ്ടിരുത്തിയിട്ട് ഇലയിലെ പ്രസാദം, പായസം. കാരണം 45,000-50,000 രൂപ എടുത്ത് ഞാൻ പരിപാടി സ്പോൺസർ ചെയ്യണേ. പേഷ് മതിയാക്കിയിട്ട് വന്നിട്ട് അമ്പലത്തിലോട്ട് ചെന്ന. കഴിഞ്ഞ ഞാൻ ഉത്സവത്തിന് എന്നൊക്കെ തെക്കുന്ന് വന്നാ വടക്കുന്ന് വന്നാണ് ആരും ചോദിക്കുന്നില്ല. പിന്നെ എന്തൊരു ഉത്തരവാദിത്തം വ്യാപിക്കലാണെന്ന് എനിക്കറിയില്ല. അല്ല, ചെത്തി പറിക്കാനാ, കൊല ഇടാനാ, ആനയ്ക്ക് കൊലട്ടി വെട്ടാനൊക്കെ ആയിരിക്കും. അല്ലാതെ പിന്നെ നിന്നെ എന്തേലും വിളിക്കണത്? 24 കൊല്ലം ഇത്രയും രൂപ ഞാൻ അമ്പലത്തിൽ കൊടുത്ത് പുനഃപ്രതിഷ്ഠയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് ആ എന്നെ ചെത്തിപ്പറിക്കാൻ വിളിക്കും. കാര്യം എന്തരായാലും 5-6 ദിവസത്തെ വ്രതം പിടിച്ചോണ്ട് നീ ഇവിടെ നിന്ന് കോവിലിൽ പോയാ മതി. പ്രത്യേകിച്ച് വ്രതം തരും. ഇവിടെ എന്നും കാലത്ത് കൊഴുക്കട്ട, ഉച്ചയ്ക്ക് ചമ്മന്തി ചോറും അല്ലെങ്കിൽ ഉപ്പുംപുളിയും ചോറും. ഇതിൽ പരം വ്രതം തരും. അല്ലടാ, നീ ഹോട്ടലിൽ പോയി ഇറച്ചി മീനും കൂട്ടി തിന്ന്. എനിക്ക് ഇവിടെ ഒക്കെ പറ്റുള്ളൂ. ഒന്നീ പള്ളിവേട്ടയ്ക്ക് വേട്ടക്കുറിപ്പായിട്ട് നിർത്താനായിരിക്കും, അല്ലെങ്കിൽ പോറ്റിയുടെ കൂടെ ആനപ്പുറത്തിരിക്കാനായിരിക്കും. 12 കൊല്ലം ഞാൻ അവിടെ ആനയെ സ്പോൺസർ ചെയ്തതല്ലേ. അവർക്ക് ഇപ്പൊ എന്നെ എത്തണമെന്ന് തോന്നിക്കാണും. അമ്മ, നിങ്ങളുടെ പെട്ടാത്തിലെ 2-3 കസവും മുണ്ടും നേരിയതൊക്കെ കാണണമല്ലേ, അതിന് ഉടനെ എനിക്ക് എന്നെ അത് കൊടുത്തോണ്ട് ആനപ്പുറത്ത് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കണം. എന്റെ മുണ്ടി തൊട്ടാ നിന്റെ കഴിഞ്ഞാൻ വേണ്ട. ആനപ്പുറത്തിരിക്കാൻ പോണ്. എല്ലാ കൊല്ലം ആനപ്പുറത്തിരിക്കണ ബാങ്ക് കിട്ടക്കുട്ടിയാണ്. ഇനിയിപ്പം താലപ്പൊലി എടുക്കണ പെണ്ണുങ്ങളെ വരിയിലൊക്കെ നേരെ പിടിച്ചു നിർത്താനാ, അവര് വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിരിക്കും. താലപ്പൊലിയുടെ കാര്യം നീ മിണ്ടരുത്. ആദ്യത്തെ കൊല്ലം പേർഷ്യൻ തോന്നുന്ന താലപ്പൊലിക്ക് എണ്ണ ഒഴിക്കാൻ പോയതാണ് പച്ചണ്ടി വാസുവിന്റെ മോള് നിന്റെ തലയിലായത്. എന്റെ ഫോണിന്റെ പേര് നീ എടുത്താണ്. അമ്പലത്തിൽ നിന്ന് സെക്രട്ടറി വേണമാണ്, കാര്യം പറയാൻ വിളിക്കുകയാണ്. ഹലോ, വേണോ? നിങ്ങളിവിടെ വന്നിരുന്നല്ലേ? ഞാറ്റി ഉറങ്ങിപ്പോടെ? ഞാൻ അറിഞ്ഞ് അമ്പലത്തിൽ എന്തിനാ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കാൻ പോണ്. കമ്മിറ്റിയിലെ പേരൊക്കെ എഴുതി വെച്ചേക്കണെന്ന് പറഞ്ഞു. എന്താടേ? ഓഹോ, വാ വാ വാ. ശരി ശരിയടേ, ശരി. ഓ,
അമ്പലത്തില് അവസാന ദിവസം സമൂഹ സത്യം ഉണ്ട്. 2000 പേർക്ക് സത്യം കൊടുക്കണം. അതിന് 2000 ഇല വേണം. 2 പിള്ളേരെയും കൂടെ വിട്ടുതരാം. ഈ എരിച്ചുകൊടുത്തുള്ള വെയിലത്ത് ആളുകളെ പള്ളും കേട്ടോണ്ട് ഞാൻ ഈ ഏലായി ഇറങ്ങി ഇല വെട്ടാൻ 2000 ഇല. ഇതിനെക്കാളും നല്ലത് ആനയ്ക്ക് ഒലട്ടിത്തോലി വെട്ടാൻ പോണായിരുന്നു. അതാകുമ്പോ കൂടിയ ഉദ്യോഗമായിരുന്നു ഇതിനെക്കാളും.